നമസ്കാരം. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ സജീവമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഫ്ളാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. കൂടാതെ ബോണ്ട് ഈൽഡ് ഇടിയുകയും ചെയ്തു. നാസ്ഡാക്ക് 0.28%, S&P 0.25%, ഡോ ജോൺസ് 0.08% ഫ്ളാറ്റ് നെഗറ്റീവ് സൈഡിലുമാണ് ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇടിവ് കാണാൻ സാധിച്ചു. HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ ഇടിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഇൻഡെക്സ് 0.62% ഇടിഞ്ഞ് 22,302 ക്ലോസിംഗ് നൽകിയത്. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ 9ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തി. 3,668 കോടിയുടെ സെല്ലിംഗാണ് FIS നടത്തിയത്. അതേസമയം DIS 2,304 കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ബ്രന്റ് ക്രൂഡിന്റെ വില 0.4% ഇടിഞ്ഞ് $82.96 പെർ ബാരൽ എന്ന ലെവലിലേക്കെത്തി. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് വന്ന ചില പ്രധാന സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്. ഡീസന്റ് ക്വാർട്ടർലി റിസൾട്ട് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് കാഴ്ചവെച്ചു. ഏകദേശം 1,214 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 1,310 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി നേടി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 36% ഉയർന്ന് 960 കോടിയിൽ നിന്നും 1,310 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. റവന്യൂ 12% വർദ്ധിച്ച് 6,315 കോടിയിൽ നിന്നും 7,114 കോടിയിലേക്ക് എത്തി. റവന്യൂവിൽ 12.6% വർധനവാണ് ഉണ്ടായത്. കമ്പനിയുടെ എബിറ്റ 19% വർദ്ധിച്ച് 1,534 കോടിയിൽ നിന്നും 1,831 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 24% നിന്നും 25.7% ഉയരുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 40 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡന്റും പ്രഖ്യാപിച്ചു. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷൻ ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് കമ്പനിക്ക് മിസ്സായി. 425 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 304 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 6.45% വർദ്ധിച്ച് 286 കോടിയിൽ നിന്നും 304 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എബിറ്റ മാർജിൻ 21% പ്രതീക്ഷിച്ചെടുത്ത് 19.88% എബിറ്റ മാർജിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ എബിറ്റ മാർജിൻ 17% നിന്നും 19.8% ഉയർന്നു. 621 കോടി രൂപയുടെ എബിറ്റ പ്രതീക്ഷിച്ചെടുത്ത് 576 കോടിയുടെ എബിറ്റയാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിറ്റയിൽ 25.6% വർധനവുണ്ടായി. 489 കോടിയിൽ നിന്നും എബിറ്റ 576 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ റവന്യൂ 7.9% വർദ്ധിച്ച് 2,902 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2,831 കോടിയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ഇൻ ടേംസ് ഓഫ് റവന്യൂ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് ബ്രീവറീസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 726% വർദ്ധിച്ച് 9 കോടിയിൽ നിന്നും 81 കോടിയായി ഉയർന്നു. റവന്യൂ 17% വർദ്ധിച്ച് 1,766 കോടിയിൽ നിന്നും 2,133 കോടിയിലേക്ക് എത്തി. എബിറ്റ 166% വർദ്ധിച്ച് 53 കോടിയിൽ നിന്നും 143 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 365 ബേസിസ് പോയിന്റ് ഉയർന്ന് 3% നിന്നും 6.69% ഉയരുകയും ചെയ്തു. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് യുണൈറ്റഡ് ബ്രൂവറീസ് കാഴ്ചവെച്ചത്. JSW എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 22% വർദ്ധിച്ച് 282 കോടിയിൽ നിന്നും 345 കോടിയിലേക്ക് എത്തി. മാർജിൻ 27% നിന്നും 42% ഉയരുകയും എബിറ്റ 56% ഉയരുകയും ചെയ്തിട്ടുണ്ട്. എബിറ്റ 745 കോടിയിൽ നിന്നും 1,169 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 2,670 കോടിയിൽ നിന്നും 2,756 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കൂടാതെ 20,000 കോടി രൂപയുടെ ഫണ്ട് റൈസിന് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകുകയും ചെയ്തു. വളരെ അഗ്രസീവ് ആയിട്ടുള്ള എക്സ്പാൻഷൻ പ്ലാനാണ് JSW എനർജി എന്ന കമ്പനി. IRB ഇൻഫ്രാസ്ട്രക്ചറിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 45% വർദ്ധിച്ച് 130 കോടിയിൽ നിന്ന് 189 കോടിയിലേക്ക് എത്തി. റവന്യൂ 27.2% വർദ്ധിച്ച് 1,620 കോടിയിൽ നിന്നും 2,061 കോടിയിലേക്ക് എത്തി. എബിറ്റ 17.2% വർദ്ധിച്ച് 789 കോടിയിൽ നിന്നും 890 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 366 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 46.8% നിന്നും 43.17% എത്തി. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് IRB ഇൻഫ്രാസ്ട്രക്ചർ പുറത്തുവിട്ടത്. നെറ്റ് പ്രോഫിറ്റ് 201 കോടി പ്രതീക്ഷിച്ചെടുത്ത് 189 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് മാത്രമേ കമ്പനിക്ക് നേടാൻ സാധിച്ചുള്ളൂ. റവന്യൂ 2,247 കോടിയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 2,061 കോടിയുടെ റവന്യൂ ആണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. എബിറ്റ 968 കോടിയുടെ എബിറ്റ പ്രതീക്ഷിച്ചെടുത്ത് 890 കോടിയുടെ എബിറ്റയാണ് കമ്പനി നേടിയത്. കൂടാതെ
എസ്റ്റിമേറ്റ് 43.1%, എബിറ്റ മാർജിൻ എസ്റ്റിമേറ്റ് ചെയ്തെടുത്ത് മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈനായി 43.1% എബിറ്റ മാർജിൻ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിച്ചു. നവീൻ ഫ്ലൂറൈൻ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി മോശം ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചു. നെറ്റ് പ്രോഫിറ്റ് 48% ഇടിഞ്ഞ് 136 കോടിയിൽ നിന്നും 70 കോടിയിലേക്ക് എത്തി. അതേസമയം മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ ഉയർന്ന നെറ്റ് പ്രോഫിറ്റ് കമ്പനിക്ക് നേടാൻ സാധിച്ചു. 48 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തത്. റവന്യൂ ഇയർ ഓൺ ഇയറിൽ 13.6% ഇടിഞ്ഞ് 697 കോടിയിൽ നിന്നും 602 കോടിയിലേക്ക് എത്തി. 547 കോടിയുടെ റവന്യൂ ആണ് പ്രതീക്ഷിച്ചത്. ഇൻ ടേംസ് ഓഫ് റവന്യൂ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. എബിറ്റ 45% ഇടിഞ്ഞ് 202 കോടിയിൽ നിന്ന് 110 കോടിയിലേക്ക് എത്തി. 97 കോടിയുടെ എബിറ്റയാണ് പ്രതീക്ഷിച്ചത്. ഇൻ ടേംസ് ഓഫ് എബിറ്റയും മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തു. എബിറ്റ മാർജിൻ 28%-ൽ നിന്ന് 18%-ലേക്ക് ഇടിഞ്ഞു. 17.8% എബിറ്റ മാർജിനാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. നവീൻ ഫ്ലൂറൈൻ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ പെർഫോമൻസ് ഇയർ ഓൺ ഇയറിൽ മോശമായെങ്കിൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ലേറ്റന്റ് വ്യൂ അനലിറ്റിക്സിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 2.75% ഇടിഞ്ഞ് 46 കോടിയിൽ നിന്നും 45 കോടിയിലേക്ക് എത്തി. 44 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ മാർജിൻ 20%-ൽ നിന്നും 22.09%-ലേക്ക് ഉയർന്നിട്ടുണ്ട്. എബിറ്റ 10.6% വർദ്ധിച്ച് 34 കോടിയിൽ നിന്നും 37 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 3.5% വർദ്ധിച്ച് 166 കോടിയിൽ നിന്നും 172 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. സൊനാറ്റ സോഫ്റ്റ്വെയറിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 12% ഇടിഞ്ഞ് 2493 കോടിയിൽ നിന്നും 2192 കോടിയിലേക്ക് എത്തി. എബിറ്റ 36% ഡൗൺ ആയി 174 കോടിയിൽ നിന്നും 110 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 193 ബേസിസ് പോയിന്റ് ഇടിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് 22.8% ഇടിഞ്ഞ് 43 കോടിയിൽ നിന്നും 33 കോടിയിലേക്ക് എത്തി. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ₹4.40 പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട മറ്റ് ചില സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് പട്ടേൽ എഞ്ചിനീയറിംഗ്. പട്ടേൽ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് 343 കോടി രൂപയുടെ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. മഹീന്ദ്ര ഹെവി എഞ്ചിൻസ്, മഹീന്ദ്ര ടൂ വീലേഴ്സ്, ട്രിനിഗോ.com എന്നീ കമ്പനികളുടെ മെർജറിന് NCLTയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു. സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾസ് ലഭിക്കുന്നതിന് വേണ്ടി ടാറ്റ എലാക്സി എന്ന കമ്പനി സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾ സെക്ടറുമായി ബന്ധപ്പെട്ട് ടാറ്റ എലാക്സി എന്ന കമ്പനി ഒരു OEMമായി ചേർന്ന് കൊളാബറേഷനിലെത്തിയിട്ടുണ്ട്. LTI മൈൻഡ്രി എന്ന കമ്പനി ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റർ ഓഫ് എക്സലൻസ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിക്സൺ ടെക്നോളജിക്ക് നോക്കിയയിൽ നിന്നും ടെലികോം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.